നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പണ്ടുകാലങ്ങളിൽ ഒരു 4 മണി പലഹാരമായി ചേരുന്ന ഒരു വിഭവമാണ്. തമുക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് സാധാരണ അറിയപ്പെടുന്ന പല പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളിലും പെരുന്നാളിനോടനുബന്ധിച്ച് നേർച്ച വഴിപാടായിട്ട് കൊടുക്കുന്ന ഒരു വിഭവം കൂടിയാണ് ഈ തമുക്കെന്ന് പറയുന്നത്. അപ്പോൾ രുചികരമായ ഈ തമുക്കെന്നുള്ള വിഭവം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അരി വറുത്ത് പൊടിച്ചാണ് ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചമ്പാവരി, ചുമന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ചമ്പാവരി ഒന്ന് നല്ലവണ്ണം കഴുകി വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് ഞാനിതൊരു ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ ഒത്തിരി കൂട്ടി വയ്ക്കാൻ പാടില്ല. ഒരു മീഡിയം ടു ഹൈയിൽ, ഇടയ്ക്ക് മീഡിയത്തിലോട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹൈയിലോട്ടാക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഒത്തിരി ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേഗത്തുമില്ല. അതുകൊണ്ട് മീഡിയം ടു ഹൈയിൽ വെച്ച് വറുത്തെടുക്കുക. കൈ വിടാതെ ഇളക്കി കൊടുത്തോളണം. നല്ലവണ്ണം ചുവന്ന് വരണം. അരി നല്ല ചുവന്ന് വരുന്നതാണ് ഒരു പരുവം. ഈ ഒരു നിറത്തിലായി കിട്ടും. അപ്പോഴേക്കും നമ്മുടെ അരിയെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുകയും ചെയ്യും. നല്ലൊരു മണവും ആയിരിക്കും. അപ്പോൾ നമുക്കിത് മനസ്സിലാവും നല്ലവണ്ണം മൂത്തിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ അത് ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം അരി നല്ല പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് കൂടെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ടേ 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നത് നല്ല തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് മിക്സിയിൽ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഒത്തിരി ഭസ്മം പോലെ ആയി പോകരുത്. ഈ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ പലഹാരത്തിന് ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അരി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പോളം തേങ്ങ ചിരികിയതെടുത്തിട്ടുണ്ട്. ശർക്കര ചിരികിയതും 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പാളയംകുടം പഴമാണ്. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അല്പം ഏലക്കാപ്പൊടിയും. തേങ്ങ ഞാനിവിടെ 1 കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ചേർത്താലും ടേസ്റ്റാണ്. നമുക്കിത് തേങ്ങയും ശർക്കരയും ചേർത്ത് ഈ അരിപ്പൊടി ഒന്ന് നല്ല നനച്ചെടുക്കണം. ആദ്യം നമുക്ക് ആ തേങ്ങയും ശർക്കരയും ഞാൻ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് അത് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ലവണ്ണം നനഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മധുരം ഒന്നും പോരാൻ തോന്നുകയാണെങ്കിൽ ബാക്കിയൂടെ ഞാനിപ്പോൾ ആ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് മധുരവും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിത് നനച്ചെടുക്കണം. ആ ശർക്കരയും തേങ്ങയും കൊണ്ട് തന്നെ നനഞ്ഞ് കിട്ടണം. ഇപ്പോൾ നല്ല പരുവത്തിന് നമുക്ക് നല്ല നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചേർക്കേണ്ട ആ പഴം. അത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി കനം കുറച്ച് അരിയേണ്ട, അല്പം കനത്തിൽ തന്നെ ഇരിക്കട്ടെ. നമുക്കിതിലൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ അതൊന്ന് അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒരല്പം കനത്തിൽ തന്നെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ആ നനച്ച് വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നമുക്ക് കൈകൊണ്ടല്ല, ഒരു സ്പൂണ് കൊണ്ട് വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആ പഴം അത്രയും മാവിൽ തന്നെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ പകുതി അരിപ്പൊടിയേ എടുക്കുന്നുള്ളൂ. എനിക്ക് അത്രയും ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ പൊടിച്ചതിൽ പകുതി മാവ് മാറ്റി വെച്ചിട്ട് പകുതിയിലേക്കാണ് ഞാൻ ആ പഴം ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ അരിയുടെ പൊടിയെല്ലാം ആ പഴത്തിലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. പഴം ഒത്തിരി മുറിഞ്ഞൊന്നും പോകാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ ആ പഴമെല്ലാം നല്ല അരിപ്പൊടിയെല്ലാം പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ
തമുക്ക് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. വിലയേറെ നിങ്ങളുടെ കമൻസും അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.